കാണുന്നത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കാര്യമായി ഇവിടെ മഴ പെയ്യുന്നില്ല. ചെറിയൊരു ചാറ്റൽ മഴയുടെ ലാഞ്ചന ഇപ്പോൾ ഉണ്ട് എന്ന് മാത്രം. ഏതായാലും ഇപ്പോൾ രക്ഷാദൗത്യത്തിന് തീർത്തും അനുയോജ്യമായ തരത്തിൽ തന്നെയാണ് നിലവിൽ കാലാവസ്ഥയുള്ളത്. രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് കനത്ത മഴയും അതുപോലെ തന്നെ കനത്ത കാറ്റുമാണ് ഉണ്ടായത്. ഏതായാലും ആ കാറ്റിൽ ഇവിടെ നിൽക്കാൻ പോലും ആവാത്ത സ്ഥിതി. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് എത്രത്തോളം ദുഷ്കരമാണ് എന്ന് നമുക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഏതായാലും നിലവിൽ കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ, മാനം തെളിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ സൂര്യനെ കാണാവുന്ന തരത്തിൽ ഉള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് യാതൊരു തടസ്സം ഉണ്ടാവാൻ ഉള്ള ഒരവസ്ഥയില്ല. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ കനത്ത മഴ പെയ്യാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ അങ്കോല എന്നുള്ളത്. ഏതായാലും കാലാവസ്ഥ പലപ്പോഴും പ്രതിബന്ധം സൃഷ്ടിച്ചിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പരിശോധനയുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാനാകും. നമ്മുടെ MLA-മാരായിട്ടുള്ള സച്ചിൻ ദേവും ലിൻഡോ ജോസഫൊക്കെ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട്. AK അഷ്റഫ് MLA-യും ഉണ്ട്. അങ്ങനെ കേരളത്തെ പ്രതിനിധീകരിച്ച് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നിരവധി ജനപ്രതിനിധികളൊക്കെ അവിടെയുണ്ട്. ഇവിടുത്തെ സ്ഥലം MLA സതീഷ് കൃഷ്ണ സെയിലും അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ജില്ലാ കളക്ടറുണ്ട്, നേരത്തെ KV രാഹുൽ പറയുകയുണ്ടായി. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നേരത്തെ K മധു പറഞ്ഞ പോലെ ഒരു റിസൾട്ട് ഇന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു വാശി ഏതായാലും ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ ആവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിനൊക്കെ രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. നിലവിൽ ഏതൊരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ അതൊരു സംസ്ഥാനത്തെ സംവിധാനങ്ങളുടെ ഒരു പരാജയമായി തന്നെ വിലയിരുത്താനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവൃത്തി ഈ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും നിലവിൽ കാലാവസ്ഥ മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ ഇപ്പോൾ വളരെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ മഴ പെയ്താൽ തന്നെയും ഈ മണ്ണ് കോരി മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരില്ല എന്നാണ് MLA അറിയിച്ചത്. അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. ഏതായാലും പ്രവർത്തനങ്ങൾ അത് കൃത്യമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്.